25,000 ரூபாய். இதுக்கு மேல நான் எந்த ஹீரோயினுக்கு கொடுத்ததில்ல. അതൊക്കെ പണ്ടായിരുന്നു ചെട്ടിയാർ സാറേ. 50,000 കുറഞ്ഞ് ഞങ്ങളിപ്പോ വാങ്ങുന്നില്ല. 50,000 ரொம்ப ஜாஸ்தியா நாம போலாம். கருங்க சார். சரிமா 30. 50 കുറയില്ല. വെറുതെ അതും പറയണ്ട. போகலாம் சார். ഉட்காருங்க சார். 40. ചെട്ടിയാർ സാറിന്റെ കളിയാക്കാണോ? അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് മുതൽ തെലുങ്കാരും ഹിന്ദിക്കാരും ഇവിടെ വട്ടവട്ടം നടക്കുകയാണ്. നിങ്ങൾക്ക് കോഷിട്ട് വേണമെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ട് പോ. ഫുള്ളാ വേണമാ? വേണ്ട, അഡ്വാൻസ് 15,000 രൂപ. ഇന്നെന്താ ലേറ്റായോ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഷൂട്ടിംഗ് 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു. ഉറങ്ങിക്കാണുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. വിശേഷിച്ച കാര്യമൊന്നുമില്ല. ദിവസവും ആ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ എന്തോ പോലെയാ. അതിരിക്കട്ടെ, കഥ ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കഥാപാത്രത്തിന് പറ്റിയ നടിയെ തേടുകയായിരുന്നു ഞാൻ. അപ്പൊ നിന്നെ കിട്ടി. ഇപ്പോ നിനക്ക് പറ്റിയ കഥാപാത്രത്തെ തേടുകയാണ് ഞാൻ. കഥ എന്തായാലും കൊള്ളാം. ഇപ്രാവശ്യത്തെ ലൊക്കേഷൻ വളരെ അകലെ എവിടെയെങ്കിലും ആയിരിക്കണം. കാശ്മീർ മതി കേട്ടോ, നല്ല രസമായിരിക്കും. ആദ്യം കഥ കണ്ടുപിടിക്കട്ടെ, ലൊക്കേഷൻ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും എക്സോട്ടിക് പ്ലേസസിലേ പോകാറുള്ളൂ എന്ന് നിനക്കറിയില്ലേ? എവിടെയായാലും ഒന്ന് വേഗം വേണം. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ കൊതിയായി. ഇപ്പോഴോ? ഞാൻ റെഡി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരോ വന്നിരിക്കുന്നു. ആരാന്ന് ചോദിച്ചില്ലേ? കണ്ടിട്ടൊരു പ്രൊഡ്യൂസറാണെന്നാ തോന്നുന്നത്. ഇത്തിരി ആരും അവിടെ ഇരിക്കട്ടെ. കൃഷ്ണദാസ് ആയിരുന്നോ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ വിശേഷമൊന്നുമില്ല,
എല്ലാവരും ഒന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ. ആ, മോൾക്ക് നേരരയ്ക്കായിരുന്നു കോൾ ഷീറ്റ്. അവൾ രാവിലെ പോയി. ഗോമതി അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ആ, പടങ്ങളൊക്കെ ഉണ്ടോ? രണ്ടു മൂന്നൊക്കെ ഉണ്ട്. ആ, ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാനുള്ള പണം കിട്ടുന്നുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പണത്തിന് വേണ്ടിയൊന്നുമല്ല. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാനാണ് പരിപാടി. അതിനുമുമ്പ് ഫീൽഡുമായിട്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. പ്രൊഡക്ഷൻ തുടങ്ങാൻ ആരെങ്കിലും സഹായിക്കുമോ അതോ? ആരുടെയും സഹായമൊന്നും വേണ്ട. അതിനൊക്കെ ഉള്ളതൊക്കെ എന്റെ വീട്ടിലുണ്ട്. 1-2 ബസ് സർവീസും കുറെ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. ആ, അത് പറ, അപ്പൊ പിന്നെ പടം പിടിക്കാം. ജ്യൂസ് എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. ആ, കുടിക്കൂ. എന്താ മധുരം പോരെ? മധുരമൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. വെറുതെ വരില്ലെന്ന കാര്യം തീർച്ച. കുറെ നാളുകളായി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉം. എനിക്ക് ലേഖയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അവളുടെ കല്യാണക്കാര്യം ആലോചനയിൽ പോലും വന്നിട്ടില്ല. ഉടനെ വേണമെന്നല്ല, തീരുമാനം എന്ന് പറഞ്ഞാൽ മതി. അവൾക്കിപ്പോ ധാരാളം പടങ്ങളുള്ള സമയമാണ്. കല്യാണം നിശ്ചയിച്ചെന്ന് പത്രത്തിലൊക്കെ വന്നാൽ പടങ്ങൾ കുറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ട. കല്യാണം കഴിക്കാതെ നിന്നാൽ എല്ലാവരുടെയും സ്വന്തമാണെന്ന് തോന്നിക്കൊള്ളും. അല്ല, ഞാൻ ഈ വിവരം പുറത്താരോടും പറയത്തൊന്നുമില്ല. വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. അത് പിന്നെ കാറ് വന്നു. ആ, എനിക്കൊന്ന് വെളിയിൽ പോണം. ഇത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആലോചിക്കാം. ക്ഷമിക്കണം, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട. എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? എനിക്ക് കൃഷ്ണദാസിനെ ഇഷ്ടമാണ്. പക്ഷെ വിവാഹം വേണ്ട. നമുക്കിങ്ങനെ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ മതി. എന്നൊന്നും തോന്നരുത്. നീ എന്തിനാ ഒക്കെയല്ലെന്ന് തീർത്ത് പറയാൻ പോയത്? അവൻ എത്ര വേണമെങ്കിലും കാത്തു നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ആ പാവം വെറുതെ കാത്തു നിൽക്കണോ അമ്മേ? നടക്കുമല്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? 3-4 കൊല്ലം കഴിഞ്ഞ് എനിക്ക് തോന്നിയ കല്യാണം കഴിച്ചു കൊടുക്കും. തോന്നിയില്ലെങ്കിലോ? അതല്ലടി, പണക്കാരൻ പയ്യനല്ലേ, അങ്ങനെ വന്നു പോയി നിന്നോട്ടെ. പോരുന്നത് പോരട്ടെ എന്നായിരിക്കും അമ്മയുടെ പണക്കൊതി. അതല്ല, എന്നായാലും നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? അതുകൊണ്ടാ. എനിക്ക് കൃഷ്ണദാസിനെ വേണ്ട, തീർന്നില്ലേ? എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. ആ, മനസ്സിലായി. ആരെ? കൃഷ്ണദാസോ? കൊള്ളാമല്ലോ. ആ, എന്നിട്ട് ലേഖ എന്ത് പറഞ്ഞു? അത് വേണ്ടായിരുന്നു. പാവം, ഒന്ന് സഹായിക്കാമായിരുന്നില്ലേ? എന്താ ചിരിച്ചത്? ആ, അത് പോട്ടെ. ഞാൻ കഥ കണ്ടെത്തിയിരിക്കുന്നു. എ ഗ്രേറ്റ് സ്റ്റോറി. എന്റെ റോൾ എന്താ? ആ, അസംതൃപ്തയായ ഭാര്യ, യങ് വൈഫ്. നേരിൽ കാണുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 15th ഇവിടുന്ന് പോകും. എഴുതുന്ന അവിടെ ഇരുന്നാ. ഇവിടുന്ന് ഒരു 10-20 മൈൽ കാണും. എന്താ, പോരുന്നോ? ഓ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടല്ലോ. എന്നാലും ഞാൻ നോക്കട്ടെ. അമ്മയുടെ കാര്യമാ. കമാൺ, നീ പ്രായമായ ഒരു പെണ്ണല്ലേ. ബി ഫ്രീ. കമാൺ, ഈസ് ഫോർ 2 days. നീ വരുന്നത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. റൈറ്റ്, ഗുഡ് നൈറ്റ്. ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നമസ്കാരം വിശാലച്ചമ്മേ. അൻസാരി സാറിന് ഞാൻ ഫോൺ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. ആ ഗരുഡ മൂവീസിന്റെ ചെക്ക് മടങ്ങിയല്ലോ. അത് ചെറിയൊരു അബദ്ധം പറ്റിയതാ. ആ, പ്രൊഡ്യൂസർക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്ത് ചെക്ക് മടങ്ങി. പ്രൊഡ്യൂസർ ഇപ്പൊ നാട്ടിൽ പോയിരിക്കുക. വീട് വിറ്റ് പണം കൊണ്ടുവരെ 2 ദിവസത്തിനകത്തും. ഞാൻ തന്നെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചേക്കാം. പണത്തിന് ഇപ്പോ വളരെ അത്യാവശ്യമുള്ള സമയമാണ്. ഞാനൊരു സ്ഥലം വാങ്ങിച്ചു. ഉടനെ കെട്ടിടം പണി തുടങ്ങണം. ശരി, ആയിക്കോട്ടെ. ആ, സഹദേവൻ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ നാട്ടിൽ നിന്ന് വന്നതാ. ഇനി മരണം ഇവിടെ തന്നെ ആയിക്കോട്ടെ. നമസ്തേ. എന്താ രാവിലെ തന്നെ? ഒരു കാര്യമുണ്ട്, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ട്, പോണം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അൻസാരി സാറിനെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്നെ ഇങ്ങനെ ഒരു പരോപകാരിയായി ദൈവം ശിക്ഷിച്ചു കളഞ്ഞില്ലേ കുട്ടി? പലർക്കും വേണ്ടിയുള്ള ഓട്ടമാണ്. ഇന്ന് ഏതായാലും സ്വന്തം കാര്യത്തിന് എന്നെ വന്നിരിക്കുന്നത്. ആ, കേട്ടോ വിശാലാക്ഷമ്മേ, ഞാനും സഹദേവനും കൂടി ഒരു പടം പിടിക്കാൻ അങ്ങ് തീരുമാനിച്ചു. പാർട്ട്ണർഷിപ്പിൽ. തുടങ്ങ്. സിനിമയെന്നും പറഞ്ഞ് മദ്രാസിൽ വന്നിട്ട് വർഷം കുറേയായി. ഇതുവരെ ഒന്നും നേടിയില്ല. പിള്ളേരൊക്കെ പ്രായമായും വരുന്നു.
എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചില്ലെങ്കിൽ കഷ്ടമല്ലേ? ഒരു പടം എടുക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? സിനിമയിലുള്ളവരെല്ലാം പരിചയക്കാരില്ലേ? ഇങ്ങനെ ഒരു പരിപാടി ഇട്ടത് തന്നെ അവരെ കൂടെ പറഞ്ഞിട്ടാണ്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാമെന്ന് നേരിട്ടുണ്ട്. പറഞ്ഞു ചാടിച്ചിട്ട് മാറിക്കളയാനുള്ള പണിയാണോ? അല്ല, സിനിമയാണേ, എന്തും ചെയ്ത് കളയും. ഞങ്ങളോടൊക്കെ അങ്ങനെ ചെയ്യുമോ? ഇതുവരെ ഗുണമല്ലാതെ ആർക്കും ദോഷം ചെയ്തിട്ടില്ല. വിശാലാക്ഷമ്മ എനിക്ക് ചെയ്യേണ്ട സഹായം എന്താണെന്ന് അറിയാമോ? ഡിസംബർ മാസത്തിൽ ലേഖയുടെ ഒരു 15 ദിവസം കോച്ചിട്ട് എനിക്ക് തരണം. ലേഖയുടെ ഡേറ്റ്സ് വാങ്ങിച്ചു ചെന്നാൽ ഫൈനാൻസ് ചെയ്യാമെന്ന് ഡിസ്ട്രിബ്യൂട്ടർ സമ്മതിച്ചിട്ടുണ്ട്. അതിനൊരു കുഴപ്പമുണ്ടല്ലോ സാറേ. ഡിസംബറിൽ ഇവൾക്ക് ഡേറ്റ് കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു നിവൃത്തിയില്ല സാർ, ഇത് സിനിമയാണ്. അമ്മേ നീ മിണ്ടണ്ട. ആ സാർ ഇവിടെ ഒന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാനൊരു സഹായം ചെയ്യാം. 75 രൂപ ഇപ്പോൾ ഇവൾ വാങ്ങിക്കുന്നുണ്ട്. സാറിനായതുകൊണ്ട് ഒരു 10 രൂപ കുറച്ചേക്കാം. 65 രൂപ കിട്ടണം. അതിൽ പകുതി തുക അഡ്വാൻസ് തന്നാൽ കോഷിച്ചു തരാം. വിശാലാക്ഷമ്മ എനിക്ക് സൗജന്യമൊന്നും ചെയ്തു തരണം. 15 ദിവസത്തെ കോൾ ഷീറ്റ് ഒപ്പിട്ട് തരിക. ഞാൻ അതുകൊണ്ടേ കാണിച്ച് രൂപ വാങ്ങിക്കും. നിങ്ങൾ ചോദിച്ച അഡ്വാൻസ് തരുകയും ചെയ്യും. സാറിന് വിരോധമൊന്നും തോന്നരുത്. അഡ്വാൻസ് തന്നിട്ട് കോൾ ഷീറ്റ് ചോദിക്കാം, തരാം. ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട. നമുക്ക് പോകാൻ സാർ. വരട്ടേലേക്ക് നന്ദികേടായിപ്പോയി. കാശ് തരുന്നവരോട് മാത്രം നന്ദി കാണിച്ചാൽ മതി. കാശ് കാശ് കാശ്. അയ്യോ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? റെഡിയടി, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ. വേറെ റെഡിയായി ഷൂട്ടിങ്ങിന് പോകാൻ നോക്ക്. എനിക്ക് മനസ്സില്ല പോകാൻ. ലേഖേ, മനുഷ്യത്വമില്ലാത്ത ജന്തുക്കൾക്ക് വേണ്ടി ചാപ്പാൽ പാടുപെടാൻ എനിക്ക് മനസ്സില്ല. എടി, നിനക്ക് ഒന്നുകൂടെ പറയാമോ? 100 പ്രാവശ്യം ഞാനിത് പറയും. എനിക്ക് മനസ്സില്ല, പോകാൻ മനസ്സില്ല, മനസ്സില്ല. നീ എന്നെ കൊച്ചു പറയാറായോ? അത്രയ്ക്ക് അഹങ്കാരം ഇന്ന് ഞാൻ വിടാ. ഹലോ, ആ മനസ്സിലായി. റെഡി ആയിക്കൊണ്ടിരിക്കുക. ഉടനെ ഞാൻ എത്തിക്കോളാം. ശരി ശരി, വെക്കട്ടെ. മോളെ, ലേഖ മോളെ, കഥ തുറക്കും മോളെ, തുറക്ക് മോളെ, മോളെ തുറക്ക്. ശാന്തമ്മേ, മോളെ ശാന്തമ്മേ, മോളെ. അവിടെ അവരെല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് ഫോൺ വന്നിരിക്കുന്നെന്ന്. മോളെ ശാന്തമ്മേ, കഥ തുറക്ക്. ഈ പെണ്ണ് എന്തെടുക്കുക? എന്റെ മോള് കഥ തുറക്ക്. മോളെ തുറക്ക്. മോളെ, മോളെ, മോളെ. ഈ വിളിയെല്ലാം വിളിച്ചിട്ട് നീ എന്താ വിളിയേക്കാതിരുന്നത് മോളെ? എന്നിട്ട് കഥ തുറക്കും മോളെ. അമ്മ ഇങ്ങനെ പോരെ. ഹലോ, വഴിയും തെറ്റില്ലല്ലോ. തെറ്റേണ്ട കാര്യം, വരുന്നത് ഇങ്ങോട്ടല്ലേ. വെരി ഗുഡ്. ആട്ടെ, എന്ത് പറഞ്ഞാ പോന്നത്? ഇങ്ങോട്ട് തന്നെയാന്ന് പറഞ്ഞു. അമ്മ സമ്മതിച്ചോ? അന്ന് വിളിച്ചപ്പോ ആ വഴക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതേ പിന്നെ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. ഓ, സോ യു ആർ ഫ്രീ നൗ. എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇനി തുടങ്ങണം. തുടങ്ങിയത് പോലും ഇല്ലേ? പിന്നെ 4 ദിവസം ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ നിന്റെ വരവിന്റെ മയക്കത്തിലായിരുന്നു. നൗ ഐ വിൽ സ്റ്റാർട്ട്. സജ്ജിൻ, ചന്ദ്രശേഖരൻ, മിസ്സസ് നായർ, സുജാത. That's Lekha. നീ
ഇന്ന് തന്നെ തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണോ പോകുന്നത്? ആണോ? പറഞ്ഞാലും പോകില്ല. മിക്ക രാത്രികളിലും ഞാൻ ആ സ്വപ്നം കാണും. ചിറകുകളുള്ള ഒരു വലിയ കൈ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് മുകളിലോട്ട് പറന്നു പോകും. മേഘങ്ങളുടെ ഇടയിൽ കൂടി പോകുമ്പോൾ എനിക്ക് ഭാരമില്ലാതാകും. എന്നെ പിടിച്ചിരിക്കുന്ന കൈ ആവശ്യമില്ലെന്ന് എനിക്കപ്പോൾ തോന്നും. ഞാൻ പിടിവിടിവെച്ച് സ്വതന്ത്രയാകും. പെട്ടെന്ന് ഒരു മരക്കഷ്ണം പോലെ ഞാൻ താഴോട്ട് പോരും. താഴെ കൂർത്ത പാറക്കെട്ടുകളിൽ വീണ് ചിതറിത്തെറിച്ചു പോകും. അപ്പോൾ ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് 1000 കൈകൾ ഉയർന്ന് കൂട്ടിത്തല്ലുന്നത് കാണും. ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. പിന്നെ കുറെ നേരം കരയും. ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആദ്യമായാണ് സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്നത്. എപ്പോഴും എന്നോടൊന്നിച്ചുണ്ടാവുമോ? എന്റെ വീടൊരു നരകമാ. ഇനി അവിടെ കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരും. എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നെ രക്ഷപ്പെടുത്തുമോ? ഞാനെന്ത് ശ്രമിച്ചു നോക്കാം. Let us see. പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം 3/4 വിറ്റു. ഇനി മോളുടെ സ്വർണം മാത്രമേ ഇവിടെയുള്ളൂ. നീ അമ്മയെ കാര്യമായിട്ടൊന്നും സഹായിച്ചില്ലെങ്കിൽ എല്ലാം കുഴയും മോളെ. ഇത്ര ധൃതി പിടിച്ച് ഈ പുരപ്പണി വേണമായിരുന്നോ വിശാലം? അതെന്റെ ഒരു വാശിയാ. 3 മാസം കൊണ്ട് ഞാനിത് കെട്ടിത്തീർക്കും. നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. മോളെ, നീ നാളെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോ സാമിയുടെ ബാക്കി പണം ഉടനെ വേണമെന്ന് പറയണം. വരുന്ന പടമൊന്നും വിടണ്ട. കോൾ ഷീറ്റൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം. ഇതൊന്ന് കഴിയുന്നത് വരെ രാത്രിയും പകലും ഒക്കെ നീ നല്ലപോലെ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. മോളുടെ അക്കൗണ്ടിൽ നിന്ന് നാളെ ഒരു 25,000 രൂപ എടുക്കേണ്ടി വരും. ഇന്നെന്താ നേരത്തെ? പുള്ളിക്കാരനോടെ? അമ്മാവൻ സ്റ്റുഡിയോയിലുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ എടുക്കാൻ 1-2 സാരി എടുക്കണമായിരുന്നു. ഡ്രൈവർ അയച്ചാ പോരായിരുന്നോ? ഞാൻ തന്നെ സെലക്ട് ചെയ്താലേ പറ്റൂ. ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ രാവിലെ ഷൂട്ടിങ്ങിന് പോയത്? ഉടനെ വരാമെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ കാർ എടുത്തോണ്ട് പോന്നതാ. ഞങ്ങൾ പോരുന്നവരെ തിരിച്ചെത്തിയിട്ടില്ല. വീട്ടിൽ വിളിച്ചില്ലേ? വിളിച്ചു. അവിടെ ചെന്നൊരു സൂട്ട് കേസും എടുത്തുകൊണ്ട് പോയെന്ന് സുലോചന പറഞ്ഞു. സൂട്ട് കേസ് എടുത്തോണ്ടോ? ഇവിടെ വന്നോന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവളിപ്പോ സ്റ്റുഡിയോയിൽ എത്തിക്കാണും. എത്തേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അവളുടെ മാലയും മളയും എല്ലാം എടുത്തുകൊണ്ട് അവൾ പോയിരിക്കുന്നു. ആണോ? അവൾ എവിടെ പോയിരിക്കുന്നു അറിഞ്ഞില്ലല്ലോ. ആർക്കാ വിശാലം? ഹലോ, ഇവിടെ ഇല്ലല്ലോ. അറിയില്ലല്ലോ. എപ്പോ വരാന്നും അറിയില്ല. ആരാ? ലേഖയുടെ അമ്മയോ? വന്നാൽ എന്തെങ്കിലും പറയണോ? ഹലോ ഹലോ, സൂട്ട് കേസും കൊണ്ടുപോയോ? അത് ശരി. ഒരു കാര്യം ചെയ്താലോ ചേച്ചി, ഡയറക്ടർ സുരേഷ് ബാബുനെ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? ഞാൻ വിളിച്ചു നോക്കി, വീട്ടിലില്ല. എന്റെ പുഷ്പ, നീ സത്യം പറ. അങ്ങേരുടെ കൂടെ ഇറങ്ങി പോകുന്നു മറ്റോ നിന്നോട് അവൾ പറഞ്ഞോ? പറഞ്ഞതല്ല, ഞാൻ ചോദിച്ചറിഞ്ഞതാണ്.
അയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഒരുക്കമാണെന്ന് അവൾ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് നേരത്തെ നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ പുഷ്പേ. ഞാനിനി എവിടെ പോയി തിരക്കാനാ? വിഷമിക്കാനൊന്നുമില്ല, അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും.